ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല ആണ്. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പനീർ, ഇതൊരു 200 ഗ്രാം പനീറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മീഡിയം സൈസ്ഡ് സവോളയാണ്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 മീഡിയം തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കശുവണ്ടിയുണ്ട്, അത് ഗ്രേവി കുറച്ച് നല്ല ക്രീമിയും തിക്കുമാക്കി തരാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് വരാനായിട്ടാണ്. പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് കസൂരി മെഥിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീമാണ്, ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് ഫ്രഷ് ക്രീം നമുക്ക് അതിനകത്തോട്ട് ഇടാം. അതല്ലാതെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. ബാക്കി പൊടികൾ നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് നോക്കാം. ആദ്യം എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പം നമുക്കതിനകത്തോട്ട് സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അതിനകത്തോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. സവാള അധികം മൂക്കണ്ട, ഇത്രയായാൽ മതി. അതിനകത്തോട്ട് തക്കാളിയും പിന്നെ കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി ഇപ്പം കുറേയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളകാണ്. ചുമല മുളക് അത്രയും ചേർക്കുന്നില്ല, കാശ്മീരിയാണ് ഇതിനകത്ത് കൂടുതലും ചേർക്കുന്നത്. ഇത് ഒരു ക്രീമി ഡിഷാണ്, അധികം എരിവൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഡിഷ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ട്, നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നല്ലപോലെ തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇനി പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് കാശ്മീരി റെഡ് ചില്ലി ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാശ്മീരി ഇടുന്നുള്ളൂ, കരിയരുത്. ഇനി ഇത് പെട്ടെന്ന് വഴണ്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പേസ്റ്റ്, അരച്ച് വെച്ച പേസ്റ്റ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ചായിരുന്നു, ജാറിൽ കുറച്ച് വെള്ളം എടുത്ത്
ബാക്കിയുള്ള പേസ്റ്റും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കസൂരി മെഥി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് വരും ഇത് ചേർത്ത് കൊടുക്കുന്ന. ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം പുളി ആവശ്യത്തിനുണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ഇപ്പം തക്കാളി എടുത്തത് നല്ല പുളി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ആവശ്യമില്ല ഇനി ഇടാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് ഓഫ് ഫ്രഷ് ക്രീമുണ്ട്, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പഞ്ചസാര ഇട്ടത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും. പക്ഷേ ഇതിട്ടാൽ ഒരു നല്ലൊരു ക്രീമി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി മിൽക്ക് പൗഡറിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മിൽക്ക് പൗഡറിൽ പഞ്ചസാര ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. ഇനി മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ ക്യൂബ്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് മൂടി വെച്ച് കൊടുക്കും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിനകത്ത് അവസാനമായിട്ട് ഗാർണിഷിന് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇത്ര കുറച്ച് ബട്ടർ മതി, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ ചിലപ്പം നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഡിഷാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടാവുന്ന ഒരു പറ്റിയൊരു ഡിഷാണ്. പൊറോട്ടയ്ക്കും വേണമെങ്കിൽ ഇത് കൂട്ടാവുന്നതാണ്. നല്ലൊരു ഡിഷാണ്. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം.